നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് വിമാന സർവീസുകൾ പലരും അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഇങ്ങനെ അനുമതി ലഭിച്ച സർവീസുകളിൽ പകുതി പോലും ഉപയോഗിക്കപ്പെടാതെയാണ് പലരും പിൻവാങ്ങുന്നത്. യാത്രക്കാരില്ലാത്തതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന തള്ളിക്കയറ്റം കുറഞ്ഞതോടെ യാത്രക്കാർക്കായുള്ള നെട്ടോട്ടത്തിലായിരുന്നു പല സംഘാടകരും. വന്ദേ ഭാരത് 4ാം ഘട്ടം തുടക്കത്തിൽ വന്ദേ ഭാരത് വിമാനങ്ങളിൽ ആളെ നിറയ്ക്കാനും എംബസിയും എയർലൈനും വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നു. എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടികയിൽ നിന്ന് 1300 പേരെ വിളിച്ചാണ് ഒരു വിമാനത്തിലേക്ക് ആളെ തരപ്പെടുത്തിയതെന്നാണ് അന്ന് എയർലൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ അത്യാവശ്യക്കാർക്ക് പോലും ടിക്കറ്റിലെന്ന് പറഞ്ഞിരുന്ന വന്ദേ ഭാരതും ചാർട്ടേഡ് സംഘാടകരും പിന്നീട് യാത്രക്കാർക്കായി വലവീശാൻ തുടങ്ങുകയായിരുന്നു. വന്ദേ ഭാരത് വിമാന ടിക്കറ്റ് എംബസിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറ്റിയതോടെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് വീണ്ടും ആള് കുറയുകയുണ്ടായി. രജിസ്റ്റർ ചെയ്ത ആർക്കും എവിടെ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നും വന്നതോടെ താരതമ്യേന കുറഞ്ഞ നിരക്ക് ഈടാക്കിയിരുന്ന വന്ദേ ഭാരതിലേക്ക് ആളുകൾ ചുവടുമാറുകയാണ് ചെയ്തത്. ചില സ്വകാര്യ എയർലൈനുകൾ ട്രാവൽ ഏജൻസികളുടെ സഹകരണത്തോടെ സർവീസ് നടത്തുന്നതും ചില വ്യക്തികളും സംഘടനകളും സൗജന്യ സർവീസ് നടത്തിയതും സംഘടനകളുടെ ചാർട്ടേഡ് സർവീസുകളിൽ ആളില്ലാതാക്കി മാറ്റി. ഓൺലൈൻ സൗകര്യമില്ലാത്തവരും നേരത്തെ ടിക്കറ്റിനായി പണം നൽകിയ ആളുകളുമാണ് ഇപ്പോൾ ചാർട്ടേഡ് വിമാനങ്ങളെ ആശ്രയിച്ചു വരുന്നത്. യാത്രക്കാർ കുറഞ്ഞതോടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ടെന്നും ഉടൻ ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങളുടെ പ്രവാഹവുമായിരുന്നു. നേരിട്ട് എയർപോർട്ടിലെത്തുന്നവരെയും പരിഗണിക്കുന്നവരെയും ദുബായ്, വടക്കൻ എമിറേറ്റുകളിലുള്ള സംഘാടകരുടെ അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് പ്രവാസികളിൽ നാടണയാനുള്ള മടിയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടിലേക്ക് പോകാനായി യുഎഇയിലെ ഇന്ത്യൻ എംബസിയിലും കോൺസുലേറ്റിലുമായി രജിസ്റ്റർ ചെയ്ത 5.2 ലക്ഷത്തിലേറെ പേർ കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക് പ്രകാരം നാട്ടിലേക്ക് മടങ്ങിയതാകട്ടെ വന്ദേ ഭാരത് വിമാനങ്ങളിൽ 1.55 ഉൾപ്പെടെ ഏതാണ്ട് 2 ലക്ഷത്തിൽ താഴെ മാത്രം ആളുകൾ. ശേഷിച്ച് 3.2 ലക്ഷം പേർ യാത്ര വേണ്ടെന്ന് വെച്ചതിന് പല കാരണങ്ങളുമുണ്ട്. സർക്കാരും നാട്ടുകാരും കുടുംബക്കാരും പ്രവാസികളോട് കാണിക്കുന്ന വിവേചനപരമായ നടപടി യാത്ര വേണ്ടെന്ന് വയ്ക്കാൻ പ്രവാസികളെ പ്രേരിപ്പിക്കുകയാണ്. ചാർട്ടേഡ് സർവീസിന്റെ നിയമങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തിയതും ചിലരെ പിന്തിരിപ്പിക്കുകയുണ്ടായി. നാട്ടിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും ഇവിടെ ശാന്തമാവുകയും ചെയ്തതിനാൽ യാത്ര ഒഴിവാക്കിയവരുമുണ്ട്. നാട്ടിലെത്തിയാൽ ക്വാറന്റൈൻ കഴിയണം ആയതിനാൽ തന്നെ ചെറിയ അവധി മാത്രമുള്ളവർ നാട്ടിൽ പോകുന്നത് നീട്ടിവെക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.